ലോട്ടറി ഒരു പരിധിവരെയെങ്കിലും ആളുകളെ അഡിക്റ്റഡ് ആക്കി വീണ്ടും വീണ്ടും അതിലേക്ക് നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്നുള്ളതിനാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പണവും നമ്മൾ ആ പണം എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചിന്തിക്കണമെങ്കിൽ ഈ ലോട്ടറി എടുക്കുന്ന ആളുകൾ തന്നെ അവരുടെ ജോലിക്ക് ചെയ്ത് കിട്ടുന്ന പണം അവർ എഫ് ഡിയിലും അല്ലെങ്കിൽ അവർ വേറുന്നുണ്ട് പല ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ മുടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അവർ എന്തൊക്കെ വീട്ടിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള സാധനം അതവർ ഒരിക്കലും നശിപ്പിക്കാതെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ അതവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവും. ചില ആളുകൾ അതിൽ നിന്നും പൈസ എടുത്ത് ലോട്ടറി മേടിക്കും, അപ്പോഴാണ് നാശം ഉണ്ടാവുക. ഈ ലോട്ടറി അടിച്ച ആളുകൾ 10 കോടി ലോട്ടറി എടുത്ത ആൾ സ്വാഭാവികമായിട്ടും ലോട്ടറിയെ കുറ്റം പറയില്ലല്ലോ. അയാൾ ആജീവനാന്തം പിന്നെ ലോട്ടറി എടുത്തുകൊണ്ടേയിരിക്കും. അയാൾക്ക് കിട്ടിയ പണത്തിൻ്റെ എല്ലാ ദിവസവും വീണ്ടും, കാരണം എനിക്ക് 10 കോടി ഇന്നടിച്ചെങ്കിൽ ഇനിയും അടിക്കും, എനിക്ക് അത്രയും ഭാഗ്യമുണ്ട് എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ലോട്ടറിക്ക് മുടക്കും. ഇയാൾ ഇത്രയും വലിയൊരു ധനം 10 കോടി രൂപ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് അദ്ദേഹം കേപ്പബിൾ ആയിരുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ 10 കോടിക്ക് ഭാഗത്തിനുള്ള ഒരു ചിന്തയോ അതിനുള്ളൊരു കാഴ്ചപ്പാടോ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇദ്ദേഹം ഹാൻഡിൽ ചെയ്യാറുള്ളത് 1000 രൂപ 1500 രൂപ എല്ലാ ദിവസവും കൂലി വാങ്ങി അതിൽ നിന്ന് പണം മുടക്കി അതിൽ നിന്ന് കുറേ പൈസ ലോട്ടറിക്ക് എടുത്ത് അങ്ങനെ ഒരു ദിവസം ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഖ്യ അടിക്കുന്നു. ആ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഖ്യ അടിക്കുമ്പോൾ കൂടെ ഉപദേശികളായിട്ടും എന്താ പറയുക അനുമോദന പ്രവാഹമായിട്ടും നാട്ടിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകാരും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അല്ലെങ്കിൽ ബാങ്കുകാരൊക്കെ വിളിച്ച് ഒരു പൂമാലയൊക്കെ ഇടിയിച്ച് ആദരിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തോന്നും ഞാൻ എന്തോ വലിയ സംഭവമായെന്ന് തോന്നും. അതിനുവേണ്ടി അവർ മുടക്കുന്ന പണം അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പ് ഇവരുടെ കയ്യിലുള്ള പണം വളരെ വളരെ പെട്ടെന്ന് സൂക്ഷിച്ചില്ലാതെയാവും. ആ സമയത്ത് വന്ന ബന്ധങ്ങൾ മുഴുവൻ ഈ പണം കണ്ടിട്ട് വന്നതാണ്. അപ്പോഴും വരുന്നുണ്ട് അതിൽ നിന്നൊരു വലിയ സംഖ്യ കൊണ്ട് വീണ്ടും ലോട്ടറി എടുക്കാൻ അദ്ദേഹം മറക്കില്ല. അവസാനം ഈ പണം ഇല്ലാതെ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് എന്നാൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരെങ്കിലും പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അവിടെയും കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ പലപ്പോഴും വളരെ വളരെ വിരളമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് ജോലി ചെയ്ത് നമുക്ക് അർഹിക്കുന്ന ഒരു പണത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ച് നമ്മൾ നേടുന്ന ഒരു സുഖം അർഹിക്കാതെ വഴിയിൽ കിടന്ന് കിട്ടുന്ന പോലെ എന്തോ ഒരു ഭാഗ്യം പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലേ, കുറേ ലോട്ടറി എടുത്തില്ലേ, അതുകൊണ്ടാണെന്ന് പറയുന്ന അർത്ഥമില്ല. വേറെ ആരുടെയൊക്കെയോ പണം നമുക്ക് 10 കോടി ലഭിക്കുന്നുണ്ടെങ്കിൽ ആ 10 കോടി നമുക്ക് തരുന്ന പണത്തിൽ എത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീരുണ്ട്. അവർക്ക് പണം അടിക്കാതെ അവരുടെ പോക്കറ്റിൽ അവർ ജോലിയെടുത്ത പൈസ കൂട്ടി ഇതിൽ തന്നതിൽ നിന്നാണ് നമുക്ക് കുറച്ചെടുത്ത ഒരു 10 കോടി തന്നത്. നമുക്ക് ഈ കിട്ടിയ പണം സന്തോഷമുള്ള പണമല്ല, പലരുടെയും സങ്കടത്തിൻ്റെ പണമാണ്. അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടാത്തതിനുള്ള വ്യസനം ആ പണത്തിലുണ്ട്.